Hi guys, welcome back to our channel. Dr. Avarnath here. സോ ഞാൻ MBBS റഷ്യയെ പറ്റി സംസാരിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ റഷ്യയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈ ഒരു കോൺടാക്ട് നമ്പറിൽ തന്നെ വർഷങ്ങളായിട്ട് കുറേ ആൾക്കാർ കോൺടാക്ട് ചെയ്യാറുണ്ട്, നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പഴയ കോളേജിനെ പറ്റി അറിയാൻ വേണ്ടി പല കുട്ടികളും മെസ്സേജ് ഇടാറുണ്ട്. അങ്ങനെ എനിക്ക് റീസെന്റ് വന്നൊരു മെസ്സേജ് ആയിരുന്നു, ചേച്ചി റഷ്യൻ ലൈസൻസ് എക്സാം ഭയങ്കര ടഫാണ്, അത് റഷ്യൻ ലാംഗ്വേജിലാണ് കൊടുക്കേണ്ടത്. എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു, കുറേ ഏജൻസിക്കാർ പറഞ്ഞു, കുറേ കുട്ടികളുടെ ഫെയിൽ ആയിട്ട് കിടക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ അവിടുന്ന് പഠിച്ചിറങ്ങിയിരുന്ന വ്യക്തിയാണ്. നിങ്ങളോട് കള്ളാൻ വേണ്ടി എനിക്കൊരു ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നില്ല, ഈ ഒരു വീഡിയോ ചെയ്തിട്ടും എനിക്കൊരു ബെനിഫിറ്റും കിട്ടാൻ പോകുന്നില്ല. വേണമെങ്കിൽ ഇതിൻ്റെ മോണിറ്റൈസേഷൻ ഞാൻ ഓഫ് ആക്കിയിടാം. ഞാൻ ഏജന്റോ ഏജൻസിയോ ഒന്നുമല്ല, നടത്തുന്ന ഒരാളും അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട കാര്യവുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നിപ്പം June 9, 2025 ആണ്. ഇന്ന് ഫൈനൽ ഇയർ എക്സാം കൊടുക്കുന്ന കുട്ടികളുണ്ട്, എൻ്റെ റിലേറ്റീവ് പോലും ഉണ്ട്. അവർക്ക് പോലും ഈ ഒരു എക്സാം നടത്തുന്നില്ല. റഷ്യയ്ക്ക് വേണ്ടി മാത്രമായിട്ട് NMC റൂൾ ഇവരെ പുറപ്പെടുപ്പിച്ചിട്ടുമില്ല. ഇനിയിപ്പോൾ എക്സാം വരുവാണെങ്കിൽ തന്നെ ഇറ്റ് വിൽ ബി റഷ്യൻ, നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാം. അറിയില്ല, കാര്യം നിങ്ങൾ ഏത് കൺട്രിയിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ ഈ എക്സാം അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിലായിരിക്കും കൊടുക്കേണ്ടി വരിക. റഷ്യക്ക് മാത്രമല്ല, ഏത് കൺട്രി ആയാലും ഇംഗ്ലീഷ് ലോക്കൽ ലാംഗ്വേജ് ഇല്ലാത്ത ഏത് കൺട്രി ആയാലും അവിടുത്തെ ലാംഗ്വേജിലായിരിക്കും കൊടുക്കേണ്ടി വരിക. ഇതുവരെ റഷ്യയിൽ അങ്ങനെ ഒരു എക്സാം കണ്ടക്ട് ചെയ്തിട്ടില്ല. ഇനി നിങ്ങളോട് ഈ പറഞ്ഞ ഏജൻസിക്കാരോട് ചോദിക്കാൻ ഏത് കോളേജാണ്, ആ കോളേജിൻ്റെ വരെ എനിക്ക് വേണ്ട ഈ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ഇട്ട് തരിക. ഓക്കെ, കാര്യം എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പലരും പല കാര്യങ്ങളും നിങ്ങളെ പേടിപ്പിക്കുന്നത് വേറെ ഒന്നിനുമല്ല, നിങ്ങൾ അവിടെ ത്രൂ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ റഷ്യയിലേക്ക് പറഞ്ഞ് ചെല്ലുമ്പം ആ ഏജൻസിക്കാർക്ക് ചിലപ്പോൾ റഷ്യൻ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഓർഗനൈസേഷൻ കാണത്തില്ല. അപ്പോൾ അവർക്ക് ഉള്ള ചിലപ്പോൾ ഉസ്ബെക്കിസ്ഥാനോ കസക്കിസ്ഥാനോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർ അങ്ങോട്ടേക്ക് നിങ്ങളെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഉടായ്പ കാര്യം പറയുന്നത്. റഷ്യയിൽ ഇപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയം കോളേജിൽ പഠിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ എക്സാം എല്ലാം ഇംഗ്ലീഷിലായിരിക്കും. ബട്ട് നിങ്ങളൊരു ബൈലിംഗ്വൽ ആണെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് ടെസ്റ്റ് മീൻസ് നിങ്ങളുടെ എക്സാം വരുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് റഷ്യനിലായിരിക്കും. ബട്ട് ഞാൻ എല്ലാ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം കോളേജ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പക്ഷേ എനിക്ക് മെസ്സേജ് ഇടുന്ന സമയത്ത് പ്ലീസ് നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എവിടെ ആണെന്നുള്ള കാര്യങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക. ചിലപ്പോൾ എപ്പോഴും വിളിച്ചാൽ കിട്ടണമെന്നില്ല, ഞാനും ബിസിയാണ്. അപ്പം മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം ഇനി ഇതുപോലത്തെ ട്രാക്കിൽ പോയി ആരും വീഴാതിരിക്കുക. പിന്നെ മിക്കവരും ചോദിക്കുന്ന റഷ്യയിൽ ഭയങ്കര എമൗണ്ടോ പഠിച്ചിറങ്ങാൻ അങ്ങനെ ഇങ്ങനെ മറിച്ച, അത് ഏജൻസിക്കാരെ ആയിരിക്കും അവർ ആ എമൗണ്ട് എടുക്കുന്നത്. റഷ്യയിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കുറേ കോളേജസ് ഉണ്ട്, എല്ലാ അംഗീകാരമുള്ള കോളേജ്. അതറിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളൊരു ഏജൻസിയെ പോയി കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അവർക്കിതൊരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ അവർ മാക്സിമം നിങ്ങളെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരത്തുള്ളൂ. നിങ്ങളല്ലെങ്കിൽ വേറൊരു കോളേജിനെ പറ്റി അല്ലെങ്കിൽ വേറൊരു കൺട്രിയെ പറ്റി ചോദിച്ചു നോക്കുക, അവർ അതിനെ പറ്റി മോശമായിട്ടേ പറയത്തുള്ളൂ. കാര്യം അവർക്ക് എങ്ങോട്ടാണോ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത് ആ കോളേജിനെ പറ്റി മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ, വേറെ ഒന്നിനെയും പറ്റി അറിയത്തില്ല. അവരവിടെ പഠിച്ചവരല്ല, അവർ കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ സുപ്പീരിയേഴ്സ് പറഞ്ഞനുസരിച്ച് സംസാരിക്കാൻ വേണ്ടിയിരിക്കുന്ന കുറേ സ്റ്റാഫുകൾ മാത്രമാണ്. സോ അറിയാത്ത കാര്യങ്ങൾ മിസ്ലീഡ് ചെയ്യാതിരിക്കുക. കാര്യം റഷ്യയിൽ ഇപ്പോഴും പഠിക്കുന്ന കുട്ടികളുണ്ട്. കഴിഞ്ഞ വർഷവും ഈ എക്സാം കണ്ടക്ട് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു എക്സാം വരുവാണെങ്കിൽ പോലും കണ്ടക്ട് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ നട പഠിച്ച് പാസ്ഔട്ടായി ഇറങ്ങി ഇവിടെ വന്ന് FMG എക്സാം ക്ലിയർ ചെയ്തിട്ട് ഇപ്പം ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഈ പ്രാവശ്യം എക്സാം ഇപ്പോൾ ഫൈനൽ ഇയർ കൊടുത്തിട്ട് നാട്ടിലേക്ക് വരാൻ നിൽക്കുന്നവരുണ്ട്. ഇപ്പം അവരും അടുത്ത FMG എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണ്. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഇതുവരെ റഷ്യയിൽ ഉണ്ടായിട്ടില്ല. ഈ ഒരു എക്സാം പേടിച്ച് ആരും പഠിക്കാതിരിക്കരുത്. കാര്യം നിങ്ങൾ ഇപ്പം UK, അയർലൻഡ്, ഓസ്ട്രേലിയ അല്ലെങ്കിൽ കാനഡ ഇവിടെ പോകാത്തിടത്തോളം കാലം നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എക്സാം നിലവിൽ വരുവാണെങ്കിൽ നിങ്ങളും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൽ എക്സാം കൊടുക്കേണ്ടി വരും. അപ്പം ഇതായിരുന്നു എനിക്ക് പറയാനുള്ളത്. ടോപ്പിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഈ നമ്പറിൽ. വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്ന കുറേ കുട്ടികൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ മിസ്യൂസ് ചെയ്യാതിരിക്കുക ഈ ഒരു കോൺടാക്ട് നമ്പർ. MBBS റിലേറ്റഡ് കാര്യങ്ങൾക്ക് മാത്രം ഞാൻ റിപ്ലൈ തരത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും